തന്നെയായിരുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ കൈയടിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് സിനിമയിലുണ്ട്. അതെ ശോഭന, അതൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ കുറച്ച് നേരമേ ഉള്ളൂ. പിന്നെ സിനിമ വേറൊരു രീതിയിലോട്ടാണ് പോകുന്നത്. എന്താണ് റീസൺ നമ്മളെ ലാസ്റ്റ് ക്ലൈമാക്സ് വരെ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഫുൾ എൻഗേജിങ് ആയിരുന്നു. ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. അടിപൊളി. എന്തോ അതിൽ കൈയടിക്കാൻ ഇഷ്ടം പോലെ മൊമെന്റ്സ് ഉണ്ട്. എൻ്റെ അടുത്തിരുന്ന ഒരു ചേട്ടനൊക്കെ എഴുന്നേറ്റ് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു സിനിമ. മോഹൻലാൽ തുടരും. അതെ അതെ അതെ, വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല ഒരു ഫൈറ്റൊക്കെ സൂപ്പറാണ്. ഭയങ്കര നൈസായിരുന്നു. ഇമോഷണൽ സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. ഓരോ സീനും നമുക്ക് ഇമോഷണൽ സീനാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവായിട്ട് അങ്ങനെ ഭയങ്കര ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഫീലായിരുന്നു. ഭയങ്കര നല്ല രസമായിരുന്നു. ഒന്നും പറയില്ല. അതൊക്കെ അടിപൊളി. ഓരോരുത്തരുടെയും കാസ്റ്റിംഗ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. സിനിമ ഒരു ഫാമിലി മൂവിയാണ്. നല്ല രസമായിരുന്നു. ഒരുപാട് സിനിമയുടെ കുറേ സീൻസൊക്കെ ആയിട്ട് തിയേറ്ററിൽ വലിയൊരു ആവേശം വന്ന ഒരു സിനിമയായിരുന്നു. ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് കോമഡിയൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് സീരിയസ് ആയിട്ട് വന്നെങ്കിലും അടിപൊളി സിനിമയായിരുന്നു. കണ്ടുപിടിക്കാൻ ഫാമിലി മൂവിയാണ്. സൂപ്പർ ഹിറ്റ് ആവും ഉറപ്പാണ്. അതിൽ ഫസ്റ്റ് ഒരു പഴയ കാലത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം. അടിപൊളിയായിരുന്നു. എന്നാൽ ഒരിക്കലും നമ്മൾ മറക്കൂല. അയാൾ അത്രയും നന്നായിട്ട് ഒരിക്കലും പറയൂല. അത്രയും അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു മുഖമായിട്ട് അത് മാറും എന്നുള്ളത് ഉറപ്പാണ്. അടിപൊളി പടം. നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒരു കംബാക്കാണ്. കുറേ നാൾക്ക് ശേഷം, ഞാനിപ്പോൾ ലൂസിഫറിന് ശേഷം ഒരു തിയേറ്ററിൽ നിന്ന് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നത് ലാലേട്ടൻ്റെ ഒരു പടത്തിലാണ്. നല്ല മേക്കിംഗ്. തരുൺ മൂർത്തി, ഹാറ്റ്സ് ഓഫ് ടു ഹിം. എല്ലാം നല്ലതാണ്. തരുൺ മൂർത്തി ഈസ് എൻ അപ്കമിങ് സൂപ്പർ സ്റ്റാർ. ഡയറക്ടേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആണ് പുള്ളിക്കാരൻ. ഓപ്പറേഷൻ ചാവ തന്നെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, കാസ്റ്റിംഗ് എല്ലാം അടിപൊളി. വില്ലൻ എടുത്ത് പറയേണ്ടതാണ് പ്രകാശ് വർമ്മ. അവൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അങ്ങേര് സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് പ്രതീക്ഷിക്കുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പടം കാണുന്നതിന് മുമ്പേ വില്ലൻ ആരാന്ന് അറിഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് ഇപ്പം ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ പടങ്ങൾ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അവരുടെ ആ പടത്തിൻ്റെ ഒരു ഇത് ഇല്ലാതാക്കാതിരിക്കാൻ, ഒന്നും പറയാതിരിക്കുക. പടം എങ്ങനെയുണ്ട്, അടിപൊളിയാണ് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം എല്ലാവർക്കും പറയാവുന്നതാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. വേറെ ഈ സ്പോയിലേഴ്സ് ഒന്നും കൊടുക്കാതിരിക്കുക. ബിക്കോസ് ബുദ്ധിമുട്ടാണ്. കാരണം പടത്തിന് കയറുമ്പോൾ നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട്, പിന്നീടാണ് പെട്ടെന്ന് ഈ പുള്ളിക്കാരൻ വില്ലനാന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ മുമ്പ് അറിയുമ്പോൾ അത് ചെറുതായിട്ടൊരു ഇതായിട്ട് വരും. ബട്ട് ഓവറോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ലാലേട്ടൻ്റെ ഒരു കംബാക്ക്. അടിപൊളി പടം. ഫുള്ളി 100% എന്തായാലും റിക്കമെൻഡഡ് ആണ്. എല്ലാവരും പോയി കാണുക. നമുക്ക് ഫുൾ ഗൂസ് ബംസും മൊത്തം നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. ശോഭനയും ആ ഒരു നമ്മൾ അതെ പഴയ ആ ഒരു ഇത് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ ആദ്യം ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് വിചാരിച്ചായിരിക്കും പോയി കാണുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. എന്തായാലും എല്ലാവരും പോയി കാണും. പോലീസ് സ്റ്റേഷനാ എല്ലാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിങ്ങനെ കൂടുതൽ പറയുന്നത് ഇഷ്ടമല്ല. എന്തായാലും റിക്കമെൻഡഡ് ആണ്. എന്തായാലും എല്ലാവരും പോയി കാണണം. അതെ അതെ, നല്ലതായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ വീണ്ടും നല്ല സിനിമയാണ്. എല്ലാം വളരെ നല്ലതായിരുന്നു. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ? അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. തകർത്തു പൊളിച്ചു. പടമൊക്കെ കണ്ടു. ഒരുവിധം